ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ ജൂലൈ 2020 വരാൻ പോകുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫോണാണ് ഇൻഫിനിക്സിന്റെ ഭാഗത്ത് വരുന്ന 7 സീരീസ്. ഇൻഫിനിക്സിന്റെ 7 ലൈറ്റും അതേപോലെ തന്നെ ഇൻഫിനിക്സ് നോട്ട് 7 എന്ന് പറയുന്ന ഈ രണ്ട് ഫോണുകൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഇൻഫിനിക്സ് 7 ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേക്കും കിട്ടുക. മീഡിയ ടെക്കിന്റെ ഹീലിയോ P22 പറയുന്ന പ്രോസസർ ആയിരിക്കും. റിയർ സൈഡിലായിട്ട് 48 മെഗാ പിക്സലിന്റെ ക്വാഡ് ക്യാം സെറ്റപ്പ് ആയിരിക്കും വരുന്നത്. 8 മെഗാ പിക്സലിലായിരിക്കും സെൽഫി ക്യാമറ വരിക. 5000 mAh ബാറ്ററിയും നോർമൽ ആയിട്ടുള്ള 10 വാൾട്ടിന്റെ ചാർജറും ആയിരിക്കും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുക. ഇൻഫിനിക്സിന്റെ നോട്ട് 7 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.95 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. മീഡിയ ടെക്കിന്റെ ഹീലിയോ G70 പറയുന്ന പ്രോസസ്സർ നമുക്ക് കിട്ടും. 48 മെഗാ പിക്സലിന്റെ ഒരു ക്വാഡ് ക്യാം സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരിക. 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്നത് റെഡ്മിയുടെ ഭാഗത്ത് നിന്നാണ്. റെഡ്മി നോട്ട് 9 ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.53 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൽ നമുക്ക് ഗോൾഡൻ കോർല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടാവും. മീഡിയ ടെക്കിന്റെ ഹീലിയോ G85 പറയുന്ന പ്രോസസറിലാണ് ഈ ഒരു ഫോൺ വരിക. 48 മെഗാ പിക്സലിന്റെ ഒരു ക്വാഡ് ക്യാം സെറ്റപ്പ് നമുക്ക് ലഭിക്കും. 13 മെഗാ പിക്സലിന്റെ ആയിരിക്കും സെൽഫി ക്യാമറ വരുന്നത്. 5020 mAh ബാറ്ററിയും 18 വാൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത ഫോൺ മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് വരുന്ന മോട്ടറോള 1 ഹൈപ്പർ എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗന്റെ 675 എന്ന് പറയുന്ന പ്രോസസർ കിട്ടുന്നതായിരിക്കും. 64 മെഗാ പിക്സലിന്റെ ഒരു ട്രിപ്പിൾ ക്യാം സെറ്റപ്പിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. 4000 mAh ബാറ്ററി 27 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ലിസ്റ്റിൽ അടുത്തൊരു ഫോണാണ് നമ്മുടെ വിവോയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിവോ S6 എന്ന് പറയുന്ന ഒരു ഫോൺ. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.44 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരിക. എക്സിനോക്സ് 980 എന്ന് പറയുന്ന ഒരു പ്രോസസർ ആയിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. 48 മെഗാ പിക്സലിന്റെ ഒരു ക്വാഡ് ക്യാം സെറ്റപ്പ് നമുക്ക് കിട്ടും. ഫ്രണ്ടിലായിട്ട് 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കിട്ടും. 4500 mAh ഒരു ബാറ്ററി 18 വാൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണായിരിക്കും വിവോയുടെ S6 എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ടാണ് വിവോയുടെ X50 സീരീസിൽ വരുന്ന ഫോൺസ്. ഇതിൽ നമുക്ക് 4 ഫോൺസ് ആണ് വരിക. വിവോ X50 ലൈറ്റ്, വിവോ X50, വിവോ X50 Pro, വിവോ X50 Pro Plus എന്ന് പറയുന്ന 4 ഫോൺസ് ആണ് വരാൻ സാധ്യത. ഇതിൽ നമുക്ക് വിവോ X50 Proയുടെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.56 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ കിട്ടാനായിരിക്കും സാധ്യത. അതേപോലെ തന്നെ ക്വാൾകോം സ്നാപ്ഡ്രാഗന്റെ 765G എന്ന് പറയുന്ന ഒരു പ്രോസസർ കിട്ടാൻ സാധ്യതയുണ്ട്. 48 മെഗാ പിക്സലിന്റെ ഒരു ക്വാഡ് ക്യാം സെറ്റപ്പിലായിരിക്കും ഒരു ഫോൺ വരിക. 32 മെഗാ പിക്സലിന്റെ ആയിരിക്കും സെൽഫി ക്യാമറ വരിക. ഈ ഒരു ഫോണിൽ നമുക്ക് 4315 mAh ഒരു ബാറ്ററിയും 37 വാൾട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തൊരു ഫോണാണ് പോക്കോയുടെ M2 Pro എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ കിട്ടാനാണ് സാധ്യത. സ്നാപ്ഡ്രാഗന്റെ 720G എന്ന് പറയുന്ന പ്രോസസറും 48 മെഗാ പിക്സലിന്റെ ഒരു ക്വാഡ് ക്യാം സെറ്റപ്പും കിട്ടാനുള്ള സാധ്യതയുണ്ട്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആയിരിക്കും കൊടുക്കുക. 5020 mAh ഒരു ബാറ്ററി ആയിരിക്കും അതിൽ നമുക്ക് കിട്ടുക. ലിസ്റ്റിലെ നെക്സ്റ്റ് ഫോൺ എന്ന് പറയുന്നത് നോക്കിയയുടെ 5.3 എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.55 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 665 പറയുന്ന ഒരു പ്രോസസർ കിട്ടും. 13 മെഗാ പിക്സലിന്റെ ഒരു ക്വാഡ് ക്യാം സെറ്റപ്പ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 8 മെഗാ പിക്സലിന്റെ ആണ് സെൽഫി ക്യാമറ വരിക. 4000 mAh ബാറ്ററി 10 വാൾട്ടിന്റെ ഒരു നോർമൽ ചാർജറും ആയിരിക്കും ഈ ഒരു ഫോണിനോടൊപ്പം കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലെ ഫോണാണ് മോട്ടറോള G8 പവർ എന്ന് പറയുന്ന ഫോൺ. ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ 6.4 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 665 പ്രോസസർ കൊടുത്തിട്ടുണ്ടാക്കും. അതേപോലെ തന്നെ 16 മെഗാ പിക്സലിന്റെ ഒരു ക്വാഡ് ക്യാം സെറ്റപ്പിലായിരിക്കും ഒരു ഫോൺ വരുന്നത്. ഫ്രണ്ടിലും 16 മെഗാ പിക്സലിന്റെ തന്നെ ഒരു സെൽഫി ക്യാമറ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണായിരിക്കും ഈ ഒരു ഫോൺ. നമ്മുടെ ലിസ്റ്റിലെ അടുത്തൊരു ഫോണാണ് OnePlusന്റെ ഭാഗത്ത് നിന്ന് വരുന്ന OnePlus Z എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിന് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. ഈ ഒരു ഫോണിന്റെ പേര് കൺഫേം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ Z ആവാനും അല്ലെങ്കിൽ 8 ലൈറ്റ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.55 ഇഞ്ചിന്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരിക്കും കിട്ടുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗന്റെ 765G പറയുന്ന പ്രോസസർ കിട്ടും. ഇതിൽ നമുക്ക് 2 വേരിയന്റ് വരാനാണ് സാധ്യത. 6GB RAM 8GB RAM എന്ന് പറഞ്ഞിട്ട് 48 മെഗാ പിക്സലിന്റെ ഒരു ട്രിപ്പിൾ ക്യാം സെറ്റപ്പിലേക്ക് ഒരു ഫോൺ വരും. 4300 mAh ഒരു കരുത്തുറ്റ ബാറ്ററിയും അതുപോലെ തന്നെ അത് ചാർജ് ചെയ്യാനായിട്ട് 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും കിട്ടും. ഈ ഒരു ഫോൺ 25,000 രൂപയ്ക്ക് താഴെ വില വരാനാണ് സാധ്യത. നമ്മുടെ ലിസ്റ്റിലെ അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് അസ്യൂസിന്റെ ഭാഗത്ത് നിന്നും വരുന്ന അസ്യൂസ് ROG Phone 3 എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
6.59 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ആമുലേഡ് ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. Qualcomm Snapdragon 865 എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 64 മെഗാ പിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാം സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരിക. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കിട്ടും. 5800 mAh ബാറ്ററിയോട് കൂടി വരുന്ന ഈ ഒരു ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 50,000 രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസും വരിക. ഇത്രയും ഫോണുകളാണ് ജൂലൈ 2020 വരാൻ സാധ്യതയുള്ള ഫോണുകൾ. ഏകദേശം കൺഫേം ആയ ഫോണുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് തന്നെ ജൂലൈ 2020 ഈ ഒരു ഫോണുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പോലെയുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസാണ് ഈ ഒരു ചാനലിലൂടെ വരുന്നത്. അത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.